ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ തേർഡ് സെമ്മായ കോംപ്ലിമെന്ററി പേപ്പറായ പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് നിയമത്തെ പറ്റിയാണ്. ലോ. നിയമത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് നിയമം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് സാമൂഹ്യ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പൊതുവായുള്ള പെരുമാറ്റ മാനദണ്ഡങ്ങളാണ് നിയമങ്ങൾ. ഒരു രാഷ്ട്രം അതിന്റെ പരമോന്നതമായ അധികാരം പ്രയോഗിക്കുന്നത് നിയമത്തിലൂടെയാണ്. നിയമങ്ങൾ നിർമ്മിക്കുവാനും അവ നടപ്പിലാക്കാനുമുള്ള രാഷ്ട്രത്തിന്റെ ഏജൻസിയാണ് ഗവൺമെന്റ്. നിയമലംഘനം ശിക്ഷാർഹമായ കുറ്റമാണ്. രാഷ്ട്രം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് നിയമങ്ങളിലൂടെയാണ്. എന്താണ് നിയമത്തിന്റെ അർത്ഥവും നിർവചനങ്ങളും എന്ന് നോക്കാം. കൃത്യമായ എന്ന അർത്ഥം വരുന്ന ട്യൂട്ടോണിക് പദമായ ലാഗിൽ നിന്നുമാണ് നിയമം എന്ന പദം ഉദ്ഭവിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യബന്ധങ്ങളെയും മനുഷ്യ പെരുമാറ്റത്തെയും കൃത്യമായി നിർവചിച്ചിരിക്കുന്ന നിയമാവലികൾ എന്ന നിയമത്തെ നിർവചിക്കാം. ജോൺ ഓസ്റ്റൻ എന്ന ചിന്തകന്റെ അഭിപ്രായത്തിൽ നിയമം എന്ന് പറഞ്ഞാല് പരമാധികാരിയുടെ കൽപ്പനയാണ് നിയമങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു മേലധികാരി തന്റെ കീഴിലുള്ളവർക്ക് കൊടുക്കുന്ന കൽപ്പനയാണ് നിയമങ്ങൾ. ഇതിന്റെ പിൻബലം എന്നത് ബലപ്രയോഗത്തിലൂടെ നടപ്പിലാക്കാനുള്ള കഴിവാണ്. അതുപോലെ ഹോളണ്ട് എന്ന ചിന്തകന്റെ അഭിപ്രായത്തിൽ ഒരു പരമോന്നത രാഷ്ട്രീയ അധികാരിയാൽ നടപ്പിലാക്കപ്പെടുന്ന മനുഷ്യന്റെ ബാഹ്യ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം നിയമാവലികളാണ് നിയമങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിയമത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു രാഷ്ട്രത്തിലെ മനുഷ്യരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന പൊതു തത്വങ്ങളാണ് നിയമങ്ങൾ. നിയമങ്ങൾ വ്യക്തവും കൃത്യവും ആയവയായിരിക്കും. അവ രാഷ്ട്രത്തിന്റെ ഹിതങ്ങളും ആയിരിക്കും. നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതും നടപ്പിലാക്കപ്പെടുന്നതും രാഷ്ട്രത്തിന്റെ പേരിലായിരിക്കും. രാഷ്ട്രം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലൂടെയാണ്. രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റാണ്. രാഷ്ട്രത്തിന്റെ പരമാധികാരമാണ് നിയമത്തിന്റെ യഥാർത്ഥ പിൻബലം. നിയമം അനുസരിക്കാത്തവരെ ബലപ്രയോഗത്തിലൂടെ അനുസരിപ്പിക്കാൻ രാഷ്ട്രത്തിന് കഴിയുന്നു. നിയമലംഘനം എല്ലായ്പ്പോഴും ശിക്ഷയിലേക്ക് നയിക്കുന്നു. ഈ ശിക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ജനങ്ങൾ തമ്മിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും കോടതികൾ തീർപ്പ് കൽപ്പിക്കുന്നത് കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓരോ രാഷ്ട്രത്തിലും ഭരണം നിർവഹിക്കപ്പെടുന്നത് ഒരു നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതുപോലെ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം ഒരുക്കുന്നതും നിയമങ്ങളാണ്. ഇനി നമുക്ക് നിയമത്തിന്റെ ഉറവിടങ്ങൾ നോക്കാം. അതായത് സോഴ്സ് ഓഫ് ലോ എന്തൊക്കെയാണ്? ആചാരങ്ങൾ, മതവും ധാർമ്മികതയും, നിയമനിർമ്മാണ സഭ, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, നീതിന്യായ തീരുമാനങ്ങൾ, ഇക്വിറ്റി, പൊതുജനാഭിപ്രായം, സയന്റിഫിക് കമന്ററീസ് തുടങ്ങിയവയാണ്. അതിൽ ആചാരങ്ങൾ എന്ന് പറഞ്ഞാല് നിയമത്തിന്റെ ഏറ്റവും പുരാതനമായ ഉറവിടമാണ് ആചാരങ്ങൾ. അതായത് പുരാതന കാലത്ത് സാമൂഹ്യ ബന്ധങ്ങൾ പല പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തുടക്കം കുറിച്ചിരുന്നു. അതായത് ഇത്തരം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ആചാരങ്ങൾ ജനങ്ങൾ സ്വമേധയാ അനുസരിക്കുകയും അവയുടെ ലംഘനം ഗുരുതരമായ കുറ്റമായി സമൂഹം കണക്കാക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ആചാരങ്ങൾ തന്നെയാണ് നിയമത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഉറവിടമെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സോഴ്സാണ് മതവും ധാർമ്മികതയും. അതായത് പ്രപഞ്ച ശക്തികളെ സ്വർഗീയ ശക്തികളായും ദേവതകളായും മനുഷ്യൻ ആദരിക്കാൻ തുടങ്ങി. അങ്ങനെ മതങ്ങൾ മനുഷ്യ പെരുമാറ്റത്തെ മതസംഹിതയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇതോടൊപ്പം തന്നെ ധാർമ്മിക തത്വങ്ങളും സമൂഹത്തിൽ വേരുറച്ചു. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ എന്നിവയൊക്കെ നിശ്ചയിക്കുന്നത് ധാർമ്മിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായി. മതവും ധാർമ്മിക തത്വങ്ങളും നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങളായിട്ട് നിലകൊണ്ടു. മൂന്നാമത്തതാണ് നിയമസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിയമത്തിന്റെ ഏറ്റവും പ്രധാനമായ ഉറവിടമായി കണക്കാക്കുന്നതാണ് നിയമസഭകൾ.
രാഷ്ട്രത്തിന്റെ ഹിതങ്ങളെ വ്യവസ്ഥാപിത നിയമങ്ങളായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ് നിയമനിർമ്മാണ സഭകൾ. രണ്ടാമത്തെ വരുന്നതാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. എന്നുവെച്ചാല് ഒരു വർഷത്തിൽ വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ നിയമനിർമ്മാണ സഭകൾ സമ്മേളിക്കുന്നുള്ളൂ. ആ സമ്മേളനങ്ങൾ തന്നെ പലപ്പോഴും ബഹളങ്ങൾ നിറഞ്ഞതും നിയമനിർമ്മാണത്തിന് ആവശ്യമായ ചർച്ചകൾ നടക്കാത്തതുമാണ്. അതുകൊണ്ട് തന്നെ സമയക്കുറവ് കാരണം, പരിചയക്കുറവ്, വർദ്ധിച്ചു വരുന്ന നിയമങ്ങളും ആവശ്യകതകളും കാരണം നിയമനിർമ്മാണ സഭകൾ പലപ്പോഴും അവയുടെ നിയമനിർമ്മാണ അധികാരം കാര്യനിർവഹണ സമിതിക്ക് ഡെലിഗേറ്റഡ് ചെയ്യാറുണ്ട്. ഇതിലൂടെ ലെജിസ്ലേച്ചർ നിയമത്തിന്റെ രൂപരേഖ തയ്യാറാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ടീവിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിയമത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ മുഴുവൻ തയ്യാറാക്കുന്നത് എക്സിക്യൂട്ടീവാണ്. എന്നാലും നിയമനിർമ്മാണത്തിനുള്ള ലെജിസ്ലേച്ചറിന്റെ മേൽനോട്ടത്തിലാണ് എക്സിക്യൂട്ടീവ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ നിയമനിർമ്മാണ സഭ ഡെലിഗേറ്റഡ് ചെയ്ത അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് നിർമ്മിക്കുന്ന നിയമങ്ങളെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തതാണ് നീതിന്യായ തീരുമാനങ്ങൾ. ആധുനിക കാലത്ത് നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടമായിരുന്നു നീതിന്യായ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. കോടതികളിൽ എത്തുന്ന കേസുകളിൽ ഭരണഘടനാനുസൃതമായിട്ട് തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതികളുടെ ഉത്തരവാദിത്തമാണ്. ഈ കോടതിയുടെ തീരുമാനങ്ങൾ അഥവാ നീതിന്യായ തീരുമാനങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ തീരുമാനങ്ങൾ ഭാവിയിൽ കേസുകൾ പരിഗണിക്കുമ്പോൾ നിയമങ്ങളായി പരിഗണിക്കപ്പെടുന്നു. എന്നാൽ എല്ലാ നീതിന്യായ തീരുമാനങ്ങളും നിയമങ്ങളായിട്ട് പരിഗണിക്കപ്പെടണമെന്നില്ല. രേഖാ കോടതികളായി പരിഗണിക്കപ്പെടുന്ന സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുടെ തീരുമാനങ്ങളാണ് നീതിന്യായ തീരുമാനങ്ങളായിട്ട് അതത് നിയമങ്ങളായി ഭാവിയിൽ പരിഗണിക്കപ്പെടുന്നത്. കീഴ്ക്കോടതികൾക്ക് ഇത്തരം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ തീർപ്പ് കൽപ്പിക്കാം. പിന്നെ വരുന്നതാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതിയുക്ത എന്നാണ് ഇക്വിറ്റിയുടെ അർത്ഥം. അതായത് കോടതികളിലുള്ള കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി ജഡ്ജിമാർ നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ എല്ലാ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാൻ നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമാകണമെന്നില്ല. അത്തരം കേസുകളിൽ അവരുടെ നീതിയുക്തിക്കനുസരിച്ചാണ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. അത്തരം നീതിയുക്തതയ്ക്കനുസരിച്ചിട്ട് എടുത്ത തീരുമാനങ്ങൾ ഭാവിയിൽ കേസുകൾ പരിഗണിക്കപ്പെടുമ്പോൾ നിയമങ്ങളായിട്ട് പരിഗണിക്കപ്പെടാറുണ്ട്. ഇതാണ് ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് നിയുക്തത എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. പിന്നെ വരുന്നതാണ് പൊതുജനാഭിപ്രായം. അതായത് ആധുനിക ജനാധിപത്യത്തിൽ നിയമത്തിന്റെ പ്രധാന ഉറവിടമാണ് പൊതുജന അഭിപ്രായം. പൊതുജനാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന നിയമങ്ങൾ വളരെ സുഗമമായി നടപ്പിലാക്കാൻ സാധിക്കുന്നു. പൊതുജനാഭിപ്രായത്തെ പൂർണ്ണമായി അവഗണിക്കാൻ നിയമനിർമ്മാണ സഭയ്ക്ക് കഴിയില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഗവൺമെന്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അഭിപ്രായമാണെന്ന് പറയാം. അടുത്തതാണ് സയന്റിഫിക് കമന്ററീസ് അഥവാ ശാസ്ത്രീയ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പ്രഗത്ഭന്മാരായ നിയമജ്ഞന്മാരുടെ സൃഷ്ടികളിൽ അടങ്ങിയിരിക്കുന്നതാണ് ഈ ശാസ്ത്രീയ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത്. നിയമങ്ങളുടെ അർത്ഥം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇവ ഉപയോഗിക്കാറുണ്ട്. നിലവിലുള്ള നിയമത്തിന്റെ അപര്യാപ്തതകൾ അവർ ചൂണ്ടിക്കാണിക്കുകയും അവ തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ആധുനിക ജനാധിപത്യ സംവിധാനത്തിലെ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം നിയമനിർമ്മാണ സഭകളാണ്. അടുത്തത് ടൈപ്സ് ഓഫ് ലോ, പലതരം നിയമങ്ങൾ. നോക്കാം എത്ര തരം നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 12 തരം നിയമങ്ങളുണ്ട്. ഒന്ന് ദേശീയ നിയമം, അന്താരാഷ്ട്ര നിയമം, ഭരണഘടനാ നിയമം, സാധാരണ നിയമം അഥവാ സ്റ്റാറ്റ്യൂട്ടറി നിയമം, സ്വകാര്യ നിയമം, പൊതു നിയമം, ജനറൽ നിയമം, അഡ്മിനിസ്ട്രേറ്റീവ് നിയമം അഥവാ ഭരണപരമായ നിയമം, കോമൺ നിയമം അഥവാ സാധാരണ നിയമം, സിവിൽ നിയമം ആൻഡ് ക്രിമിനൽ നിയമം, ഓർഡിനൻസ്, ജഡ്ജിമാരാൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള നിയമങ്ങൾ. ടൈപ്സ് ഓഫ് ലോ. ദേശീയ നിയമം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിലെ വ്യക്തികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന
നിയമങ്ങളെയാണ് ദേശീയ നിയമം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നിയമം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെയാണ് അന്താരാഷ്ട്ര നിയമം എന്ന് പറയുന്നത്. ഭരണഘടനാ നിയമം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിയമം ഒരു രാഷ്ട്രത്തിലെ പരമോന്നത നിയമമാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണഘടനയിൽ ഇവ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളായ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയുടെ സംഘാടനം, അധികാരം, ചുമതലകൾ, ഈ 3 ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം എന്നിവയെല്ലാം ഭരണഘടനയിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. വ്യക്തികളും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധവും വ്യക്തികളും അവകാശവും സ്വാതന്ത്ര്യങ്ങളും കടമകളുമെല്ലാം ഭരണഘടനയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിയമങ്ങളുടെ നിയമം എന്ന് വിളിക്കപ്പെടുന്ന നിയമമാണ് ഭരണഘടനാ നിയമം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഭരണഘടനാ നിയമത്തെ നമ്മൾ പറയുന്നത് എന്താണ്? നിയമങ്ങളുടെ നിയമം എന്ന് വിളിക്കപ്പെടുന്ന നിയമമാണ് ഭരണഘടനാ നിയമം. പിന്നെ വരുന്നതാണ് സാധാരണ നിയമം അഥവാ സ്റ്റാറ്റ്യൂട്ടറി നിയമം. ദേശീയ നിയമമെന്നും മുനിസിപ്പൽ നിയമമെന്നും സാധാരണ നിയമത്തെ വിശേഷിപ്പിക്കാറുണ്ട്. സാധാരണ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഒരു രാജ്യത്തെ ലെജിസ്ലേച്ചറുകൾ വഴിയാണ്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കാനാണ് ഈ നിയമം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് സ്വകാര്യ നിയമം. സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച നിയമങ്ങളെയാണ് നമ്മൾ സ്വകാര്യ നിയമങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പൊതു നിയമം, പബ്ലിക് ലോ. വ്യക്തികളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ് പൊതു നിയമം. പിന്നെ വരുന്നത് ജനറൽ ലോ, ജനറൽ നിയമം. ഉദ്യോഗസ്ഥന്മാരല്ലാത്ത സ്വകാര്യ വ്യക്തികളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ് ജനറൽ നിയമം. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായ നിയമങ്ങളാണ് ജനറൽ നിയമം. അടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് നിയമം അഥവാ ഭരണപരമായ നിയമം. ഭരണനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നും ഉദ്യോഗസ്ഥരും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് നിയമം നിഷ്കർഷിക്കുന്നു. ഇത്തരം നിയമം നിലവിലുള്ള ഒരു പ്രധാന രാഷ്ട്രമാണ് ഫ്രാൻസ്. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് നിയമം കൈകാര്യം ചെയ്യാനായി അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളും സാധാരണ നിയമം നടപ്പിലാക്കാനായി സാധാരണ കോടതികളും പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യ, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരേ കോടതികൾ തന്നെയാണ് സാധാരണ നിയമവും അഡ്മിനിസ്ട്രേറ്റീവ് നിയമവും നടപ്പിലാക്കുന്നത്. 50-ാമത്താണ് കോമൺ നിയമം അഥവാ സാധാരണ നിയമം. കോമൺ ലോ എന്ന് വെച്ചാല് ഇത് എന്താണ്? ബ്രിട്ടന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന നിയമങ്ങളെയാണ് നമ്മൾ പൊതുവെ സാധാരണ നിയമം എന്ന് പറയുന്നത് അഥവാ കോമൺ ലോ. ഇത് എല്ലാ വ്യക്തികൾക്കും ബാധകമായിരിക്കും. പിന്നെ വരുന്നതാണ് സിവിൽ നിയമവും ക്രിമിനൽ നിയമവും. വ്യക്തികളുടെ അവകാശങ്ങൾ, സമ്പത്ത്, ധനം, വിവാഹം, വിവാഹമോചനം തുടങ്ങിയവയൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് സിവിൽ നിയമം. എന്നാൽ കുറ്റവും ശിക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാണ് ക്രിമിനൽ നിയമം. പീനൽ കോഡാണ് ഇതിന്റെ ഭാഗം. പിന്നെ വരുന്നതാണ് ഓർഡിനൻസ്. 11-ാമത്തത്. ലെജിസ്ലേച്ചർ സമ്മേളിക്കാത്ത അവസരത്തിലോ പിരിച്ചുവിട്ടിരിക്കുന്ന അവസരത്തിലോ എക്സിക്യൂട്ടീവ് പുറപ്പെടുവിക്കുന്ന നിയമപ്രാബല്യമുള്ള ഉത്തരവുകളെയാണ് ഓർഡിനൻസുകൾ എന്ന് പറയുന്നത്. പിന്നീട് നിയമനിർമ്മാണ സഭ സമ്മേളിക്കുമ്പോൾ ഈ ഓർഡിനൻസുകൾ പാസാക്കേണ്ടതുണ്ട്. 6 മാസത്തെ കാലാവധിയാണ് ഓർഡിനൻസുകൾക്കുള്ളത്. ലാസ്റ്റ് വണ്ണാണ് ജഡ്ജിമാരാൽ നിയമിക്കപ്പെടുന്ന നിയമങ്ങൾ. അതായത് നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ സഭയും അവയുടെ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരിക്കുമ്പോൾ ജഡ്ജിമാരാൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളാണ് ഇത്. പൊതുസ്ഥലത്ത് പുക നിരോധിച്ചത്, ബന്ദ് നിരോധിച്ചത്, സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചത്, ഇതൊക്കെ എന്താണ്? ഇത്തരം നിയമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നമുക്ക് എന്താണ് നിയമത്തിന്റെ പ്രാധാന്യം എന്ന് നോക്കാം. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തികളാണ് നിയമങ്ങൾ എന്ന് നമുക്ക് പറയാം. നിയമങ്ങളുടെ അഭാവത്തിൽ സമൂഹത്തിൽ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സാമൂഹ്യ ജീവിതത്തിന് സ്വീകാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള മാർഗരേഖയാണ് നിയമങ്ങൾ എന്ന് പറയാം. നിയമത്തിന്റെ പ്രസക്തി എന്തൊക്കെയാണ്?
നിർബന്ധിത വിദ്യാഭ്യാസം നിയമപരമായി നടപ്പിലാക്കുന്നതിലൂടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പരിവർത്തനത്തിന് തുടക്കം കൊടുക്കുന്നു. നിർബന്ധിത വിദ്യാഭ്യാസം സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ പരോക്ഷമായും സമൂഹത്തിൽ നിയമം നിർണായകമായും സ്വാധീനം ചെലുത്തുന്നു. ബഹുഭാര്യത്വ നിയമം മുഖേന നിയന്ത്രിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? നിയമങ്ങളുടെ പിൻബലത്തിലാണ് നമ്മൾ സതി, ശൈശവ വിവാഹം, സ്ത്രീധന സമ്പ്രദായം മുതലായവ നിരോധിച്ചത്. അതുപോലെ ഇരകൾക്ക് നീതി നൽകാനും നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകാനും നിയമങ്ങൾ സഹായിക്കുന്നു. ജനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കോടതികൾ നിയമങ്ങളെ ഉപയോഗിക്കുന്നു. സമാധാനവും സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പു നൽകിക്കൊണ്ട് ജനങ്ങളുടെ സർവോന്മുഖമായ വ്യക്തിത്വ വികസനം നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നു. നിയമങ്ങൾ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നും പോലെ പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ നിയമങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ നിയന്ത്രണത്തിന് കൊണ്ടുവരുന്നു. അതാണ് നിയമലംഘനം ശിക്ഷാർഹമായ കുറ്റമാണെന്ന് പറയുന്നത്. പിന്നെന്താണ്? ജനങ്ങൾ തമ്മിലുള്ള പെരുമാറ്റത്തെ നിയന്ത്രിച്ചു നിർത്തുന്ന പ്രധാന ഘടകമാണ് നിയമങ്ങൾ. നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അരക്ഷിതാവസ്ഥയും അരാജകത്വവും പിടിച്ചുപറിയും കൊള്ളയും കൊലയും നിത്യ സംഭവങ്ങളായി മാറും. ഇത്രയാണ് നിയമങ്ങൾ അല്ലെങ്കിൽ നിയമത്തിന്റെ പ്രാധാന്യം എന്ന ഭാഗത്ത് ഉള്ളത്. അടുത്ത പോർഷൻ വരുന്നത് ലിബേർട്ടി ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.